Hi all, welcome back to a new video. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടു കോൺസെപ്റ്റ്സ് ആണ്, ഇൻഫ്ലേഷനും ഡിഫ്ലേഷനുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നോക്കാം. എന്തായിരിക്കും ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, ഇൻഫ്ലേഷൻ ഈസ് ദ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒക്കെ പ്രൈസ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. അതായത് സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പ്രൈസ് ഓഫ് റൈസ് ഇൻക്രീസസ് ഫ്രം 40 to 60 rupees. അപ്പോൾ നമ്മുടെ അരിൻ്റെ വില എന്താണ്, 40 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻഫ്ലേഷൻ ടൈമിൽ നമ്മൾ എന്താ, 40 രൂപയ്ക്ക് നമുക്ക് കിട്ടേണ്ട അരി 60 രൂപ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വരും. അതേപോലെ പെട്രോൾ ആണെങ്കിൽ എന്താ, 90 rupees ആണെങ്കിൽ അത് നമ്മൾ 110 രൂപ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും. ഇതിനെയാണ്, ഇങ്ങനെ പ്രൈസ് കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫ്ലേഷൻ എന്ന് പറയുക. ഇനി ഇൻഫ്ലേഷന് കുറച്ച് കോസസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ഹൈ ഡിമാൻഡ് ആണ്. എന്തായിരിക്കും ഹൈ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ആളുകൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന ഗുഡ്സിനേക്കാളും കൂടുതൽ എന്താ ആളുകൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്താ, ഡിമാൻഡ് കൂടുകയാണ് അല്ലേ, ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പ്രൈസും ഓട്ടോമാറ്റിക്കലി കൂടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈ ഡിമാൻഡ് എന്ന് പറയാം. നമ്മുടെ സെക്കൻഡ് കോസായിട്ട് പറയുന്ന ലോ സപ്ലൈ ആണ്. ലോ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഗുഡ്സൊക്കെ എന്താ വളരെ കുറച്ച് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്താ, ഗുഡ്സ് കുറച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, സപ്ലൈ കുറവാണെന്നല്ലേ. അപ്പോൾ സപ്ലൈ കുറവാണെങ്കിൽ എന്താ, കുറച്ച് സാധനം മാത്രമേ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ളെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്താ, ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. സപ്ലൈ കുറവാകുമ്പോൾ പ്രൈസ് അവർ റൈസ് ചെയ്യും. അപ്പോൾ അതാണ് ലോ സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് റോ മെറ്റീരിയൽസ് മേടിക്കാൻ നമുക്ക് ക്യാഷ് വേണം. അതേപോലെ ലേബേഴ്സിന് വേജസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് വേണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റും എന്ത് ചെയ്യുക, കൂടുതലായിരിക്കും. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ, പ്രൈസും ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രൈസും ഇൻക്രീസ് ചെയ്യും. അതാണ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് മോർ മണി ഇൻ ദ എക്കണോമി ആണ്. മോർ മണി ഇൻ ദ എക്കണോമി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്താ, ഒരുപാട് പൈസ ഉണ്ട് അവരുടെ കയ്യിൽ. ആളുകളുടെ കയ്യിൽ ഇപ്പോൾ ഗവൺമെൻറ് അവർക്ക് സാലറീസ് കൂട്ടി കൊടുക്കുക, ലോൺസ് ആയിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ എന്താ, ആളുകളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് വരും. ആ ക്യാഷ് അവരെന്ത് ചെയ്യും, ഒരുപാട് പൈസ വരുമ്പോൾ അവർ ആ ക്യാഷ് എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും, ചിലവാക്കും അല്ലേ. അപ്പോൾ അവരുടെ സ്പെൻഡിങ് കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസും കൂടും. ഇതിനാണ് മോർ മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആണ്. എന്തായിരിക്കും ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ. ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് ചില പ്രൊഡക്ട്സൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് എന്ത് ചെയ്യും, ഈ ഷോർട്ടേജ് വരുന്ന സമയത്ത് അവർ ഹൈ പ്രൈസിൽ ഈ പ്രൊഡക്ട്സൊക്കെ എന്ത് ചെയ്യും, സെല് ചെയ്യും. ഇതിനാണ് നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇനി ഈ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് എഫക്ട്സും കൂടിയുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസസ്. നമ്മുടെ ജീവിത ചെലവുകൾ വളരെ കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 40 രൂപയ്ക്ക് കിട്ടിയ അരി നമ്മൾ 60 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ജീവിത ചെലവ്, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. അതേപോലെ വാല്യൂ ഓഫ് മണി ഡിക്രീസസ്, പണത്തിൻ്റെ മൂല്യം എന്ത് ചെയ്യും, കുറയും. അതേപോലെ പുവർ പീപ്പിൾ സഫർ, പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും ഈ ഒരു പീരീഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് ഇൻഫ്ലേഷൻ, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, കോസസ് അതേപോലെ എഫക്ട്സും പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിഫ്ലേഷൻ എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ ഇൻഫ്ലേഷൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലേഷൻ ഈസ് ദ കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ പ്രൈസ് എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിഫ്ലേഷൻ എന്ന് പറയാം.
അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പ്രൈസ് ഓഫ് ഷൂസ് ഡിക്രീസ്ഡ് ഫ്രം 1000 to 700. ഇപ്പോൾ ഒരു ഷൂവിൻ്റെ പ്രൈസ് എന്താ 1000 രൂപ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യുക കുറഞ്ഞൊരു 700 രൂപയാകുകയാണ്. അതിന് നമ്മൾ എന്താ പറയുക ഡിഫ്ലേഷൻ എന്നാണ് പറയുക. ഡിഫ്ലേഷൻ എക്സാമ്പിളാണ് കേട്ടോ. നെക്സ്റ്റ് മൊബൈലിൻ്റെ പ്രൈസ് 20,000 രൂപ ഉണ്ടായിരുന്നത് 17 കുറയുക. അത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി ഡിഫ്ലേഷൻ്റെ കോസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ലോ ഡിമാൻഡ് ആണ് കേട്ടോ. ലോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആളുകളൊന്നും സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അവിടെ എന്താ ഡിമാൻഡ് കുറവായിരിക്കും അല്ലേ. ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും പ്രൈസ് കൂട്ടി വെച്ചിട്ട് കാര്യമുണ്ട്. ആളുകളൊന്നും വാങ്ങുന്നില്ല, ഡിമാൻഡ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും പ്രൈസും കുറയ്ക്കും. ഇതിനാണ് നമ്മൾ ലോ ഡിമാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് എക്സസ് സപ്ലൈ ആണ്. എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സസ് സപ്ലൈ അല്ലെങ്കിൽ മോർ സപ്ലൈ എന്നൊക്കെ നമുക്ക് പറയാം. ഒരുപാട് ഗുഡ്സ് എന്താ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്താ സപ്ലൈ കൂടുതലായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും ഇത് വേഗം ചിലവായി പോകാൻ വേണ്ടി പ്രൈസ് കുറച്ച് കൊടുക്കും അല്ലേ. സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയ്ക്കും. അതാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ലെസ് മണി ഇൻ ദ എക്കണോമി ആണ്. എന്താണ് ലെസ് മണി ഇൻ ദ എക്കണോമി എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിലൊക്കെ വളരെ കുറച്ച് പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻകം കുറവായിരിക്കും. അപ്പോൾ എന്താ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. കുറച്ച് പൈസ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക അവരുടെ സ്പെൻഡിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ. സ്പെൻഡിങ്ങും അവർക്ക് കുറവായിരിക്കും അല്ലേ. ചിലവാക്കുന്നതും കുറച്ച് മാത്രമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും പ്രൈസും കുറയും. അങ്ങനെ പ്രൈസ് കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവർ പതുക്കെ പതുക്കെ ചിലവാക്കി തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതാണ് ലെസ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫ്ലേഷനും കുറച്ച് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പീപ്പിൾ ഡിലേ ബൈയിങ്. ആളുകളൊക്കെ എന്താ സാധനങ്ങൾ വാങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. അതിലൊരു ഡിലേ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് ബിസിനസ് പ്രോഫിറ്റ് ഡിക്രീസസ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റൊക്കെ കുറയും. അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് ഡിഫ്ലേഷൻ്റെ എഫക്ട്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ പ്രൈസസ്. ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ പ്രൈസസ്. ഓപ്ഷൻ സി നോ ചേഞ്ച് ഇൻ പ്രൈസസ്. ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ സപ്ലൈ. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് കമൻ്റായിട്ട് ഇടുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കോസ് ഓഫ് ഡിഫ്ലേഷൻ. ഓപ്ഷൻ എ ഹൈ ഡിമാൻഡ്. ഓപ്ഷൻ ബി ലോ സപ്ലൈ. ഓപ്ഷൻ സി ലോ ഡിമാൻഡ്. ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ വേജസ്. തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് പീപ്പിൾ ഹാവ് ലെസ് മണി ടു സ്പെൻഡ് വാട്ട് വിൽ ഹാപ്പൻ. ആളുകൾ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? ഓപ്ഷൻ എ പ്രൈസ് ഇൻക്രീസ്. ഓപ്ഷൻ ബി പ്രൈസ് ഡിക്രീസ്. ഓപ്ഷൻ സി നോ ചേഞ്ച്. ഓപ്ഷൻ ഡി ഇൻക്രീസസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ റൈറ്റ് ആൻസർ എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക. അതിന് ശേഷം ആൻസർ ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.